ഡോക്ടർമാരും നഴ്സുമാരും എന്തിന് കെട്ടിടം പോലുമില്ലാത്ത ആശുപത്രികളെക്കുറിച്ച് ചിന്തിക്കാനാവുമോ? നിലവിൽ കേട്ടുകേൾവി ഇല്ലെങ്കിലും വെർച്വൽ ആശുപത്രികൾ സാധ്യമാവാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ചികിത്സാ പിഴവുകളില്ലാത്ത ആശുപത്രി എന്ന കിനാശേരി പ്രാവർത്തികമാകുന്നു. ചൈനയാണ് പുതിയ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. മനുഷ്യരില്ലെങ്കിലും വെർച്വൽ ആശുപത്രിയിൽ ഡോക്ടേഴ്സും നഴ്സുമാരും ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ആരോഗ്യ മേഖലയിലെ ഈ വിപ്ലവകരമായ മാറ്റത്തിന് ചൈന തയ്യാറെടുക്കുന്നത്. ബെയ്ജിങ്ങിലെ സിങ്വ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ആരോഗ്യ മേഖലയിലേക്ക് പുത്തൻ AI പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. ആശുപത്രിയുടെ പേര് ഏജന്റ് ഹോസ്പിറ്റൽ. പരീക്ഷണ യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ 15 ഡോക്ടർമാരും 8 നഴ്സുമാരുമുണ്ട്. രോഗനിർണയവും ചികിത്സാ നിർദ്ദേശിക്കലും AI ഡോക്ടർമാരുടെ ചുമതലയാണ്. സാധാരണ ആശുപത്രികളെ പോലെ ഡോക്ടർമാർക്ക് പിന്തുണ നൽകലാണ് നഴ്സുമാരുടെ ജോലി. ദിനം പ്രതി 3000-ലധികം രോഗികളെ പരിചരിക്കാൻ AI ഡോക്ടേഴ്സിന് സാധിക്കും. മനുഷ്യ ഡോക്ടർമാർ ഒരു മാസം കൊണ്ട് സാധിക്കുന്നത് 3 മുതൽ 4 ദിവസം കൊണ്ട് AI ചെയ്തു തീർക്കും. റോബോ ഡോക്ടർമാർ MBBS പഠിച്ചവരാണോ എന്ന ചോദ്യത്തിന് അതുക്കും മേലെ എന്നാണ് ഉത്തരം. അമേരിക്കയിൽ ഡോക്ടർമാരുടെ ലൈസൻസ് ലഭിക്കുന്നതിനായുള്ള പരീക്ഷയിൽ റോബോ ഡോക്ടർമാർക്ക് ലഭിച്ചത് 100-ൽ 93 മാർക്കാണ്. മനുഷ്യ ഡോക്ടർമാരുടെ വിജയ ശതമാനത്തിന് ഏറെ മുകളിലാണിത്. മനുഷ്യന് സാധിക്കുന്നതിനേക്കാൾ ഏറെ ടെക്നോളജിക്ക് സാധിക്കുമെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ഈ പരീക്ഷാ ഫലം. ചൈന നിർമ്മിക്കുന്ന റോബോ ഡോക്ടർമാരെ കാണാൻ ആശുപത്രികളിലേക്ക് വരേണ്ട എന്നതാണ് മറ്റൊരു പ്രത്യേകത. വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഡോക്ടർമാരുമായി സംസാരിക്കാൻ സാധിക്കും. ലക്ഷണങ്ങൾ കൃത്യമായി രോഗിക്ക് വിവരിക്കുകയും ക്യാമറയിലൂടെ ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. രോഗിയുടെ മുൻകാല മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിക്കാനും AI ഡോക്ടർമാർക്ക് സാധിക്കും. സമയലാഭം മുതൽ മനുഷ്യർക്ക് വരുന്ന ചികിത്സാ നിർണയ പിഴവുകൾ വരെ ഒഴിവാക്കുകയും ചെയ്യാം. ഇതൊന്നും കൂടാതെ AIക്ക് രോഗിയുടെ ശരീരം പരിശോധിക്കാനും സംവിധാനങ്ങൾ ഒരുങ്ങുന്നതായിട്ടാണ് ഗവേഷകരുടെ അവകാശവാദം. അതേസമയം ടെക്നോളജി വളരുമ്പോൾ മാനുഷികമായ ആശങ്കകളും ഇതിനോടൊപ്പം ഉടലെടുക്കാറുണ്ട്. വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ AI ആശുപത്രികൾക്ക് സാധിക്കുമെങ്കിലും 100% വിജയം പ്രതീക്ഷിക്കുക സാധ്യമല്ല. മാർജിൻ ഓഫ് എറർ പരമാവധി കുറയ്ക്കുക എന്നതിലുപരി ഇക്കാര്യത്തിൽ പരിഹാരമില്ലെന്നതാണ് മറ്റൊരു സത്യം. മനുഷ്യന് ദോഷകരമായ രീതിയിൽ എന്തൊക്കെ വിപരീത ഫലങ്ങളാണ് AI സൃഷ്ടിക്കാൻ സാധ്യതയെന്നും ശാസ്ത്രം അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ചൈനയിലെ ഗവേഷണം പ്രാവർത്തികമാകുമ്പോൾ മനുഷ്യരാശിയിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി അത് മാറുമെന്നതിൽ സംശയമില്ല.